മക്കളെ, നമുക്കിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പഠിക്കാം. എന്തൊരു എളുപ്പമുള്ള സബ്ജക്റ്റാണെന്നറിയോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കളി പോലെ കാണാം ഇതിന്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാലോ. 1, 2, 3, 4 എക്സെട്ര. ഇതിൽ ഓരോ സംഖ്യയും എഴുതുമ്പോഴും തൊട്ടടുത്ത സംഖ്യ ഒന്ന് കൂടുതലാണ് അല്ലേ. നോക്കിയേ, 1, അടുത്ത സംഖ്യ എത്രയാണ്? 1 + 1. പിന്നെ അടുത്തത് എത്രയാണ്? അപ്പോൾ 2 കിട്ടി അല്ലേ. രണ്ടാമത്തെ സംഖ്യ 2 എന്ന് കിട്ടി. പിന്നെ അടുത്ത സംഖ്യ എത്രയാണ്? 2 + 1, 3 എന്ന് കിട്ടി. പിന്നത്തെ സംഖ്യ 3 + 1, 4 എന്ന് കിട്ടി. അടുത്ത സംഖ്യ 4 + 1, 5 എന്ന് കിട്ടി അല്ലേ. നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ നമുക്കറിയാലോ. 1, 2, 3, 4, 5, 6 ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. ഒന്നാമത്തെ സംഖ്യ 1. 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സംഖ്യ ഏതാ? 2. അതെങ്ങനെ കിട്ടി? 1 + 1, 2. അടുത്ത സംഖ്യ ഏതാ? 3. അതെങ്ങനെ കിട്ടി? 2 + 1, 3. അടുത്ത സംഖ്യ ഏതാ? 4. അതെങ്ങനെ കിട്ടി? 3 + 1, 4 അല്ലേ. ഇവിടെ ഓരോ സംഖ്യയും കിട്ടിയത് എങ്ങനെയാണ്? 1 കൂട്ടിയിട്ടാണ് അല്ലേ. ഏറ്റവും ആദ്യത്തെ സംഖ്യ ഫിക്സഡ് സംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. ഫിക്സഡ് നമ്പറാണത്. അവിടെ നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ നോക്കിയേ. 1 കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ 1 + 1, 2. അടുത്തതോ? ഇപ്പം 2 കിട്ടി അല്ലേ. അടുത്ത സംഖ്യ ഏതാ? 3. അതെങ്ങനെ കിട്ടി? 2 + 1, 3. അടുത്ത സംഖ്യ ഏതാ? 4. അതെങ്ങനെ കിട്ടി? 3 + 1, 4. ഈ സിസ്റ്റം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. 1, 2, 3, 4, 5, 6 ഓരോ പ്രാവശ്യവും 1 എന്ന സംഖ്യ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഏത് സംഖ്യയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? 1 എന്നുള്ള സംഖ്യ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ 1 എന്നുള്ള സംഖ്യ കൂട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ 1നെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. 1 എന്ന സംഖ്യയെ ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് വേറൊരു സംഖ്യകളെ നോക്കാം. 1, 1, 1, 1 എക്സെട്ര എക്സെട്ര. ഇവിടെ ഏത് സംഖ്യയാണ് കൂട്ടിയിരിക്കുന്നത് എന്നറിയാമോ? അല്ല, ഏതെങ്കിലും സംഖ്യയോട് കൂട്ടിയിട്ടുണ്ടോ? നോക്കിയേ, 1, 1, 1, 1 ഏതെങ്കിലും സംഖ്യകളൂടെ കൂട്ടിയിട്ടുണ്ടോ? 1ൻ്റെ കൂടെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു സംഖ്യയും കൂട്ടിയിട്ടില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ 0 കൂട്ടിയിട്ടുണ്ട് അല്ലേ. 1. അടുത്ത സംഖ്യ 1 + 0, 1 തന്നെ. 0 എന്ന സംഖ്യയോട് കൂടി ഏത് സംഖ്യ കൂട്ടിയാലും 0 കിട്ടുമോ? 0 ആണ് കിട്ടുന്നത്? അല്ല, ആ സംഖ്യയാണ് കിട്ടുന്നത്. 0 എന്ന സംഖ്യയോട് കൂടി ഏത് സംഖ്യ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് ആ സംഖ്യ ആയിരിക്കും. 1 + 0, 1. 2 + 0, 2. 0-ന് അവിടെ വിലയില്ല, വാല്യൂ ഇല്ല. 1 + 0, 1. 2 + 0, 2. 1000 + 0, 0 ആണ് കിട്ടുന്നത്? അല്ല, 1000 + 0, 1000. 1000 + 0, 1000. 10000 + 0, 10000. -1 + 0 എന്ത് കിട്ടും? -1. ഏത് സംഖ്യയാണോ 0ത്തോട് കൂടി കൂട്ടുന്നത് ആ സംഖ്യയാണ് നമുക്ക് കിട്ടുക. 0 കിട്ടുകയില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഉദാഹരണം എന്താണ്? 1, 1, 1 എക്സെട്ര. ഇവിടെ ഏത് സംഖ്യയാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 0 ആണ്. 1 + 0, 1. 1 + 0, 1. 1 + 0, 1. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? 0 ആണ്.
കോമൺ ഡിഫറൻസ് എന്താണ്? 0. നമുക്ക് വേറൊരു സെറ്റ് നോക്കാം. ഇരട്ട സംഖ്യകൾ. നമുക്കറിയാവുന്നതാണ് ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യകളെ എങ്ങനെയാണ് എഴുതുന്നത്? 2, 4, 6, 8 എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ അവ എത്ര വെച്ചാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം 2 വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2, 4, 6, 8, 10, 12 ഓരോന്നിലും 2 വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2, 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10 ഇങ്ങനെ 2 വെച്ചുകൊണ്ട് ഓരോ സംഖ്യയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? പൊതുവ്യത്യാസം എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ഒറ്റസംഖ്യകളെ കുറിച്ച് നോക്കാം. ഒറ്റസംഖ്യകളെ എങ്ങനെ എഴുതാം? 1, 3, 5, 9. 1, 3, 5, 9 ഇവിടെ എങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? 2 വെച്ചാണ്. 1, 1 + 2 3, 3 + 2 5, 5 + 2 7, 1, 3, 5, 7 അത് കഴിഞ്ഞ് 9 അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 1, 3, 5, 7, 9 എക്സെട്ര. 1, 3, 5, 7, 9 1, 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 3, 3ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 5, 5ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 7, 7ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 9 ഇങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലേ? കാരണം 2 വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ 4 ഉദാഹരണങ്ങളാണ് കണ്ടത്. ഒന്നാമത്തെ ഉദാഹരണം നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എക്സെട്ര. അവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 1 ആയിരുന്നു. കാരണം എന്താണ്? ഓരോ സംഖ്യയും കൂടിക്കൊണ്ടിരിക്കുന്നത് 1 വെച്ചാണ്. രണ്ടാമത്തെ ഉദാഹരണം കണ്ടത് 1, 1, 1, 1 എക്സെട്ര. അവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 0. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ഇരട്ട സംഖ്യകളാണ്. 2, 4, 6, 8 എക്സെട്ര. അവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലേ? പിന്നെ നമ്മൾ കണ്ടത് നാലാമതായിട്ട് കണ്ട ഉദാഹരണം ഒറ്റ സംഖ്യകളുടെയാണ്. 1, 3, 5, 7, 9 എക്സെട്ര. അവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ഈ ഉദാഹരണങ്ങളിൽ ഇതിനെ ഓരോ സംഖ്യകളെയും നമ്മൾ വിളിക്കുന്ന പേര് ടേംസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ടേംസ്. ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. 1, 2, 3, 4 എക്സെട്ര. അതിൽ 1നെ ടേം എന്ന് വിളിക്കുന്നു, 2നെ ടേം എന്ന് വിളിക്കുന്നു, 3നെ ടേം എന്ന് വിളിക്കുന്നു, 4നെ ടേം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. 1, 1, 1 എക്സെട്ര. അവിടെ 1നെ നമ്മൾ ടേം എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ഉദാഹരണത്തിൽ 2, 4, 6, 8. അവിടെ ഏതൊക്കെയാണ് ടേംസ്? 2, 4, 6, 8 ഇതെല്ലാം ടേമുകളാണ്. ഇനി നാലാമത്തെ ഉദാഹരണത്തിലോ 1, 3, 5, 9 5, 7, 9 ഇവിടെ 1നെയും 3നെയും 5നെയും 7നെയും 9നെയൊക്കെ ഓരോ ടേംസ് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. എന്തായിരിക്കും അത്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം ആയിരിക്കും, സെക്കൻഡ് ടേം രണ്ടാമത്തെ ടേം ആയിരിക്കും, തേർഡ് ടേം മൂന്നാമത്തെ ടേം ആയിരിക്കും, ഫോർത്ത് ടേം നാലാമത്തെ ടേം ആയിരിക്കും അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ 1, 2, 3, 4 എക്സെട്ര. അതിൽ ഫസ്റ്റ് ടേം എത്രയാണ്? 1, സെക്കൻഡ് ടേമോ 2, തേർഡ് ടേം 3, ഫോർത്ത് ടേം 4. 1, 2, 3, 4 എക്സെട്ര. ആ ഉദാഹരണത്തിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1, സെക്കൻഡ് ടേം 2, തേർഡ് ടേം 3, ഫോർത്ത് ടേം 4. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം.
ഒന്ന് 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 എക്സെട്ര. അവിടെ എല്ലാ ടേമുകളും ഒന്നായിരിക്കും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും ഫോർത്ത് ടേമും 1 ആയിരിക്കും. മൂന്നാമത്തെ ഉദാഹരണം ഇരട്ട സംഖ്യകളുടെ ഉദാഹരണം 2, 4, 6, 8 എക്സെട്ര. അവിടെ ഒന്നാമത്തെ ടേം 2, രണ്ടാമത്തെ ടേം 4, മൂന്നാമത്തെ ടേം 6, നാലാമത്തെ ടേമോ 8. അടുത്ത ഉദാഹരണം ഒറ്റ സംഖ്യകളുടെ 1, 3, 5, 7. അവിടെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3, തേർഡ് ടേം 5, ഫോർത്ത് ടേം 7. ഇനി എന്താണ് ഈ AP എന്ന് വെച്ചാൽ എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ട ഉദാഹരണങ്ങളില്ലേ 1, 2, 3, 4 എക്സെട്ര, അതൊരു AP ആണ്. കാരണം എന്താ വെച്ചാൽ കുറേ സംഖ്യകൾ എഴുതുമ്പോൾ അവയുടെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിനെ AP എന്ന് വിളിക്കുന്നു. കുറേ സംഖ്യകൾ നമ്മളിങ്ങനെ നിരത്തി എഴുതുമ്പോൾ അവയ്ക്കിടയിലുള്ള കോമൺ ഡിഫറൻസ് എടുക്കുക. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എടുക്കുന്നത്? ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണം നോക്കാം. 1, 2, 3, 4 എക്സെട്ര. 1, 2, 3, 4 എക്സെട്ര. അവിടെ ഓരോ ടൈമും വർദ്ധിക്കുന്നത് 1 കൂട്ടിക്കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിനെ ഒന്നിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. എല്ലായിടത്തും കോമൺ ഡിഫറൻസ് 1 ആയിരിക്കും അല്ലേ. 1, 2, 3, 4 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 എക്സെട്ര അവിടെ ഓരോ സംഖ്യയും കൂടിക്കൊണ്ട് വരുന്നത് 1 എന്നുള്ള ക്രമത്തിലാണ്. ഇവിടെ 1നെ വിളിക്കുന്നത് എന്താണ്, കോമൺ ഡിഫറൻസ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ടുള്ള ആ സംഖ്യകളെ, ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. 1, 1, 1 എക്സെട്ര. അതും ഒരു AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഏത് 1, 1, 1 എക്സെട്ര 1 എക്സെട്ര എന്നുള്ളത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. കാരണം അതിൻ്റെ കോമൺ ഡിഫറൻസ് 1 ആണ്. മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. ഇരട്ട സംഖ്യകളുടെ 2, 4, 6, 8 എക്സെട്ര എന്നുള്ളത്. അവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. എല്ലായിടത്തും കോമൺ ഡിഫറൻസ് 2 ആയിരിക്കും. അത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. നാലാമത്തെ ഉദാഹരണം ഒറ്റ സംഖ്യകളുടെ ഉദാഹരണം 1, 3, 5, 7 എക്സെട്ര എന്നുള്ളത്. അവിടെ എത്രയാണ് കോമൺ ഡിഫറൻസ്? 2 ആണ്. 1 + 2 3, 3 + 2 5, 5 + 2 7, 7 + 2 9. എല്ലായിടത്തും കോമൺ ഡിഫറൻസ് 2 അല്ലേ. 1, 3, 5, 7ൻ്റെ 1, 3, 5, 7 എക്സെട്ര എന്നുള്ളതിൽ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും കോമൺ ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് അതും അരിത്തമെറ്റിക് പ്രോഗ്രഷന് ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഉപകാരം, എന്തിനു നമ്മൾ പഠിച്ചിട്ടെന്താ കാര്യം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, കുറച്ച് സംഖ്യകൾ തന്നിട്ട് നമ്മളോട് പറയാണ് അത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ട് ആ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഉദാഹരണം നോക്കാം. 1, 2, 3, 4 എക്സെട്ര 1000. 1, 2, 3, 4 എക്സെട്ര 1000. 1000 വരെയുള്ള സംഖ്യകൾ എഴുതി. 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ എഴുതി. ഒന്ന് എഴുതിക്കോ. 1, 2, 3, 4 എക്സെട്ര 1000. 1000 വരെയുള്ള സംഖ്യകൾ തന്നിട്ട് അത് കൂട്ടാനായിട്ട് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമോ? ഇല്ല. അവിടെയാണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഉപകാരം വരുന്നത്. അപ്പോൾ ചെറിയ സംഖ്യകളാണെങ്കിൽ നമുക്ക് കൂട്ടി പെട്ടെന്ന് പറയാൻ സാധിക്കും അല്ലേ. 1, 2, 3, 4 4 സംഖ്യകൾ മാത്രം. 1, 2, 3, 4 ഈ 4 സംഖ്യകൾ തന്നിട്ട് അത് കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൂട്ടും അല്ലേ. 1 + 2 + 3 + 4, 1 + 2 + 3 + 4 എത്ര കിട്ടും? 3, 4, 7, 2, 9, 10. 10 കിട്ടിയില്ലേ? 1 + 2 + 3 + 4 കൂട്ടി എത്ര കിട്ടും?
1+2+3+4 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 2 3 4 എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് AP ആണോ? 1 2 3 4 വെറുതെ ജസ്റ്റ് എഴുതിയേക്കാണ്. ഇൻഫിനിറ്റി ഒന്നും ഇല്ല, എക്സിട്ര ഇല്ല. 1 2 3 4 എന്ന് മാത്രം എഴുതിയേക്കാണ്. 1 2 3 4 എന്ന് മാത്രം എഴുതിയേക്കാണ്. അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 1 + 2 + 3 + 4. അത് AP ആണോ? AP ആണ്. കാരണം എന്താണ്? 1 2 3 4 AP ആണ്. കാരണം അവിടെ കോമൺ ഡിഫറൻസ് 1 ആണ്. 1 2 3 4 എന്ന് 4 സംഖ്യകൾ തന്നിട്ട് അത് കൂട്ടാൻ പറഞ്ഞാൽ എളുപ്പമാണ് അല്ലേ? 3 4 7 2 9 10 കിട്ടി. എന്നാൽ 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ തന്നിട്ട് നമ്മോട് പറയാണ് അതിൻ്റെ സം കണ്ടുപിടിക്കാൻ, തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 1 2 3 4 എക്സെട്ര 1000. അതിൻ്റെ തുക എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സൂത്രവാക്യമുണ്ട്. S = n/2 × a + l. S = S എന്ന് വെച്ചാൽ സമ്മാണ്. S = n/2 × a + l. എഴുതിക്കോ. S = n/2 × ബ്രാക്കറ്റ് ഇടാം a + l. ഇവിടെ S എന്ന് വെച്ചാൽ എന്താണ്? സമ്മാണ്. S എന്ന് വെച്ചാൽ സം. n എന്താണ്? n എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ എന്താണ് n എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പേഴ്സ്, മൊത്തം എത്ര എണ്ണമുണ്ട്, മൊത്തം എത്ര എണ്ണമുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് n എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഉദാഹരണം എന്താണ്? 1, 2, 3, 4 എക്സെട്ര 1000. അപ്പോൾ എത്ര സംഖ്യകളുണ്ട് അവിടെ? മൊത്തം എത്ര സംഖ്യകളുണ്ട്? അറിയാം, നമുക്കറിയാം അല്ലേ? 1000 സംഖ്യകളുണ്ട്. 1 2 3 4 എക്സെട്ര 1000 എന്ന് എഴുതിയാൽ നമുക്കറിയാം അവിടെ 1000 സംഖ്യകളുണ്ട്. അപ്പോൾ ഈ 1000 സംഖ്യകളുടെ തുക കാണാനായിട്ട് അവിടെ n എത്രയായിരിക്കും? 1000 ആയിരിക്കും അല്ലേ? ഇനി ഇക്വേഷൻ എന്താണ്? S = n/2 × a + l. n കിട്ടി അല്ലേ? n എത്രയാണ്? 1000. ഇനി a എത്രയാണ്? എന്താണ് a എന്ന് വെച്ചാൽ? ഫസ്റ്റ് ടേമിനെയാണ് a എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടേമിനെയാണ് a എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം ഏതാണ്? 1 2 3 4 എക്സെട്ര 1000. ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്. ഇനി l എന്താണെന്ന് അറിയാമോ? ലാസ്റ്റ് ടേമിനെയാണ്, ലാസ്റ്റ് എന്നുള്ളതിൻ്റെ l, ലാസ്റ്റ് ടേമിനെയാണ് l എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം എന്താണ്? 1 2 3 4 എക്സെട്ര 1000. ലാസ്റ്റ് ടൈം എന്താണ്? 1000 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? n കിട്ടി 1000, a കിട്ടി 1, l കിട്ടി 1000. ഇനി ഇതെല്ലാവരും ഈ ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. S = എഴുതിക്കോ. S = n/2 × a + l. നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഴുതിക്കോ, ഇക്വേഷൻ എഴുതിക്കോ. S = n/2 × ബ്രാക്കറ്റ് ഇടാം a + l = 1000/2 × 1 + 1000. അപ്പോൾ എന്ത് കിട്ടി? 1000/2 × 1 + 1000 എന്ന് കിട്ടി. 1000/2 എന്ന് വെച്ചാൽ എത്രയാണ്? 500 ആണ് അല്ലേ? 1000 + 1 എത്രയാണ്? 1001 അല്ലേ? അപ്പോൾ 500 × 1001 500 5,00,500 5,00,500 എഴുതുകയാണെങ്കിൽ എളുപ്പത്തിന് 500 എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? 500 5,500,000 ആണ് 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളുടെ തുക.